students, welcome back to Bosco Campus Session. In the previous sessions, we were discussing about the different forms of business organization. So with this session, we are moving on to the next topic, that is business entities. So in this session, we will look into the basic meaning of business entities and one of the major business entity, that is sole proprietorship, its meaning, features, advantages and disadvantages. So business entity is an organization created by one or more natural persons to carry on a trade or business. So simple വേർഡ്സിൽ പറയുകയാണെങ്കിൽ a business entity is an organization created by one or more natural persons to carry on a trade or business. ഒരു ട്രേഡ് അല്ലെങ്കിൽ ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ വ്യക്തികളോ ചേർന്ന് ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം ആരംഭിക്കുന്നതിനെയാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത്. So it is an organization created by one or more natural persons to carry on a trade or business. So some of the major types of business entities are sole proprietorship, partnerships, Hindu undivided family, cooperative societies, trust, joint ventures, joint stock companies and MNCs. So these are the major types of business entities, which includes sole proprietorship, partnership, Hindu undivided family, cooperative societies, trust, joint ventures, joint stock companies and multinational corporations. So we will look into each of these business entities one by one in detail. The first one is sole proprietorship. In simple words, it is a one-man business organization. It is the type of entity that is fully owned and managed by one natural person known as the sole proprietor. So sole proprietorship basically means a one-man business organization. സോ ഒരു വ്യക്തി സ്വയമേ സ്വന്തം താല്പര്യത്തിൽ തുടങ്ങുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഗിൾ എന്നാണ്. പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഓണർഷിപ്പാണ്. സോ സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദാറ്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ദാറ്റ് ഈസ് ഫുള്ളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ നോൺ ആസ് ദ സോൾ പ്രൊപ്രൈറ്റർ. സോ ഇവിടെ ബിസിനസ് ഓർഗനൈസേഷൻ ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആ ഒരു വ്യക്തി മാത്രമായിരിക്കും. അദ്ദേഹത്തെ പറയുന്ന പേരാണ് സോൾ പ്രൊപ്രൈറ്റർ. സോ എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഇസ് എ വൺ മാൻ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് ഇസ് ഫുള്ളി ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ എ സിംഗിൾ പേഴ്സൺ നോൺ ആസ് ദ സോൾ പ്രൊപ്രൈറ്റർ. So next we will look into some of the main features of sole proprietorship. First one is that no legal formalities are necessary to start a sole proprietorship. സോ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസിൻ്റെയും ഡിഫിക്കൽട്ടീസ് ഇല്ല. എനി പേഴ്സൺ ഹൂ ഈസ് ഹാവിംഗ് ദ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ഓർഗനൈസേഷൻ ക്യാൻ സ്റ്റാർട്ട് ഇറ്റ് വിത്തൗട്ട് ഫേസിങ് എനി ലീഗൽ ഡിഫിക്കൽട്ടീസ്. നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. സോ ഒരു കമ്പനിയെ പോലെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ദ ബിസിനസ് ആൻഡ് ദ മാൻ ഹൂ റൺസ് ദ ബിസിനസ് ഇസ് ദ സെയിം. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു സെപ്പറേറ്റ് കോൺട്രാക്ട്സിൽ ഏർപ്പെടാനോ പ്രോപ്പർട്ടീസ് ഒന്നും സ്വന്തം പേരിൽ വാങ്ങാനോ സാധിക്കില്ല. നെക്സ്റ്റ് ഇസ് ദാറ്റ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് യൂഷ്വലി ഡസ് നോട്ട് ഹാവ് ടു ബി ഇൻകോർപ്പറേറ്റഡ് ഓർ രജിസ്റ്റേർഡ്. സോ ഒരു സിംഗിൾ പേഴ്സൺ അദ്ദേഹത്തിൻ്റെ സ്വയം ഇൻറ്റൻഷനിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബിസിനസ് എൻറ്റിറ്റി ആണ്. സോ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യേണ്ടതോ അതല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമോ ഇല്ല. ഇപ്പോൾ ഒരു കമ്പനി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അത് കമ്പനീസ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആക്ടിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം. സോ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിൽ ഇങ്ങനെ ഒരു സെപ്പറേറ്റ് ഇൻകോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ്റെയോ ആവശ്യം ഇല്ല. നെക്സ്റ്റ്, ദ ഓണർ ബെയർസ് ഓൾ ദ റിസ്ക് ആൻഡ് ടേക്സ് ഓൾ ദ പ്രോഫിറ്റ്സ്. സോ ഇതൊരു സിംഗിൾ മാൻ ഓൺഡ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ ആ ബിസിനസ്സിൽ നിന്നും വരുന്ന എല്ലാ റിസ്ക്കും അദ്ദേഹം സ്വയമായിട്ടാണ് വഹിക്കേണ്ടത്. അതുപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ പ്രോഫിറ്റ്സും അദ്ദേഹത്തിന് സ്വയമേ എടുക്കാം. വേറെ ആരുമായിട്ടത് ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. സോ റിസ്ക് ആണെങ്കിലും ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും എല്ലാം സ്വയമേ തന്നെയാണ് വഹിക്കേണ്ടത്. ദർ ഇസ് നോ കൺസെപ്റ്റ് ഓഫ് ഷെയറിംഗ് ഇൻ കേസ് ഓഫ് എ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ആൻഡ് ദ ലാസ്റ്റ് ഫീച്ചർ ഇസ് ദാറ്റ് ദ ഓണർ ആസ് ആൻ അൺലിമിറ്റഡ് ലയബിലിറ്റി. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ കേസിൽ സോൾ പ്രൊപ്രൈറ്ററിന് ഒരു അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. അതായത് ആ ബിസിനസ്സിൽ നിന്നും എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ സ്വയമേ ഉള്ള പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് വിറ്റാണെങ്കിലും ആ ഒരു ബാധ്യത തീർക്കേണ്ടതാണ്. സോ കൂടുതൽ റിസ്ക് എടുത്ത് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ പ്രൊപ്രൈറ്റർ will also be used to clear the business obligations.
So these are some of the main features of sole proprietorship, that is, no legal formalities are necessary. It does not have a separate legal entity. A sole proprietorship need not to be incorporated or registered. The sole proprietor bears all the risk and takes all the profit, and he has an unlimited liability. So these are some of the main features. Next we will look into some of the main advantages and disadvantages of sole proprietorship. The first advantage is that it is a simple form of organization. So proprietorship is a simple form of business organization. The entrepreneur or the sole proprietor can start his or her enterprise after obtaining the license and permits. There is no need to go through the legal formalities. സോ ആദ്യമേ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഓർഗനൈസേഷൻ സെറ്റപ്പ് ചെയ്യാനുള്ള ലൈസൻസും പെർമിറ്റ്സും ഒക്കെ വാങ്ങിയതിന് ശേഷം വളരെ സിമ്പിളായിട്ട് ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. മറ്റ് ഡിഫിക്കൽട്ടായിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ട് ജസ്റ്റ് ലൈസൻസും പെർമിറ്റും മാത്രം അക്വയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഇസ് നോൺ ആസ് ദ സിമ്പിൾ ഫോം ഓഫ് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ഓണേഴ്സ് ഫ്രീഡം ടു ടേക്ക് ഡിസിഷൻസ്. The proprietor is free to make all decisions and reap all the fruits of his labor. There is no other person who can interfere or weigh him down. സോ സിംഗിൾ ഓണർഷിപ്പ് ബിസിനസ് ആയതുകൊണ്ട് തന്നെ വേറെ ആരോടും അഭിപ്രായമൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഡിസിഷൻസും സ്വയമേ എടുക്കാം. അതിൽ നിന്ന് വരുന്ന എല്ലാ പ്രോഫിറ്റ്സും അദ്ദേഹത്തിന് സ്വയമേ തന്നെ എടുക്കാം. വേറെ ആരുമായിട്ടൊന്നും ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. So the complete freedom to take decision is another major advantage of sole proprietorship. Next is high secrecy. Secrecy is another major advantage offered by proprietorship. All the secrets related to the business are known to him only. സോ ഓണർഷിപ്പിലാണെങ്കിലും മാനേജ്മെൻറ്റിലാണെങ്കിലും ഒരു വ്യക്തി മാത്രമാണ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ആ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന പല സീക്രട്സും അദ്ദേഹത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. ഒരു തേർഡ് പാർട്ടിയിലേക്ക് അത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം സീക്രട്സും തന്നെ അദ്ദേഹത്തിന് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഇസ് ടാക്സ് അഡ്വാൻറ്റേജ്. ദ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ഓണർഷിപ്പ് enjoys some form of tax advantages when compared to other forms of ownership. സോ ബാക്കിയുള്ള ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓണർഷിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് ടാക്സിൻ്റെ കാര്യത്തിൽ. മറ്റു വലിയ കമ്പനീസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ്സ് ഒക്കെ ഒത്തിരി തവണ ടാക്സ് ഒക്കെ അടയ്ക്കുമ്പോൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ജസ്റ്റ് വൺ ടൈം പേ ചെയ്താൽ മതിയാവും. സോ ടാക്സ് ബെനിഫിറ്റ്സ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഈസി ഡിസൊല്യൂഷൻ. സോ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് സിമ്പിളായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് അത് നിർത്താനായിട്ടും സാധിക്കും. ബിക്കോസ് വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സിംഗിൾ ഓണർഷിപ്പാണ്. സോ അദ്ദേഹം എടുക്കുന്ന തീരുമാനം പോലെയാണ് കാര്യങ്ങൾ. സോ എത്ര ഈസി ആയിട്ടാണോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് അതുപോലെ തന്നെ ആ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ടും സാധിക്കും. ഈസി ഡിസൊല്യൂഷൻ ഈസ് കൺസിഡർഡ് ടു ബി അനദർ മേജർ അഡ്വാൻറ്റേജ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. Next we will look into some of the main disadvantages or limitations of sole proprietorship. First one is limited ability. Proprietorship is characterized as a one-man show. One may not be expert in all the areas like production, finance, marketing, personnel, etc. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലെയും ഡിസിഷൻസ് എടുക്കുന്നതും അത് മാനേജ് ചെയ്യുന്നതും പ്രൊപ്രൈറ്റർ മാത്രമാണ്. സോ അങ്ങനെയാണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എല്ലാ ഫീൽഡിലും ഒരുപോലുള്ള എബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പല ഏരിയാസ് ഉണ്ടാവും. പ്രൊഡക്ഷൻ ഉണ്ടാവും, ഫിനാൻസ് ഉണ്ടാവും, മാർക്കറ്റിംഗ് ഉണ്ടാവും. സോ എല്ലാ ഫീൽഡിലും ഒരുപോലെ അദ്ദേഹത്തിൻ്റെ മികവ് തെളിയിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. സോ ലിമിറ്റഡ് എബിലിറ്റി ഈസ് വൺ ഓഫ് ദ മേജർ ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. നെക്സ്റ്റ് ഈസ് അൺലിമിറ്റഡ് ലയബിലിറ്റി. സോ ഇത് നമ്മൾ ഫീച്ചേഴ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം പോയിന്റ് ആണ്. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ലോസ് ദ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ദ പ്രൊപ്രൈറ്റർ വിൽ ഓൾസോ ബി യൂസ് ടു ക്ലിയർ ദ ബിസിനസ് ഒബ്ലിഗേഷൻസ്. പ്രൊപ്രൈറ്ററിൻ്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതായത് എന്തെങ്കിലും നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൂടി വിറ്റ് ആ കടബാധ്യത തീർക്കേണ്ടതാണ്. നെക്സ്റ്റ് ഇസ് ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി. The life of a proprietary enterprise depends solely upon the life of the proprietor. When he dies or become insolvent or insane, there is very likelihood of closure of the enterprise. സോ ഒരു സിംഗിൾ പേഴ്സൺ ആണ് ഈ ഒരു ബിസിനസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതും. സോ ആ പേഴ്സണിന് ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ എൻ്റർപ്രൈസും അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്.
ഇൻ കേസ് എന്തെങ്കിലും കാരണത്താൽ ഒരു ബിസിനസ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിച്ചു പോവുകയാണെങ്കിൽ, അത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഫോം ഓഫ് ബിസിനസ് എൻറ്റിറ്റി ആണെങ്കിൽ ആ ഒരു എൻ്റർപ്രൈസ് അവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയാണ്. ബിക്കോസ് വേറെ ആർക്കും അതിൽ ലയബിലിറ്റി ഇല്ല, അദ്ദേഹമാണ് ആ ഒരു എൻ്റർപ്രൈസ് സ്റ്റാർട്ട് ചെയ്തത്. സോ ദ എൻ്റർപ്രൈസ് ഓൾസോ ഡൈസ് വിത്ത് ഇറ്റ്സ് പ്രൊപ്രൈറ്റർ. So lack of continuity is considered to be another major disadvantage of sole proprietorship. And the last one is that completely responsible for any incur of losses. സോ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പ്രോഫിറ്റും ഉണ്ടാവാം ലോസും ഉണ്ടാവാം. പ്രോഫിറ്റ് ഉണ്ടായാൽ അദ്ദേഹത്തിന് ഫുൾ എടുക്കാം, ലോസ് ഉണ്ടായാലും അദ്ദേഹം ഫുള്ള് വഹിക്കേണ്ടി വരും. സോ ഷെയറിംഗ് എന്നുള്ളൊരു കൺസെപ്റ്റ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഇല്ല. സോ എത്ര തന്നെ കടം വന്നാലും അല്ലെങ്കിൽ എത്ര തന്നെ നഷ്ടം സംഭവിച്ചാലും ആ സോൾ പ്രൊപ്രൈറ്റർ സ്വയമേ അത് വഹിക്കേണ്ടി വരും. He is completely responsible for any incur of the losses. So these are some of the main disadvantages of sole proprietorship. So in this session we discussed the meaning of business entities and the different forms of business entities, sole proprietorship, its meaning, features, advantages and disadvantages. Hope all are clear with the topic. Thank you.